നമസ്കാരം. ഏവരുടെയും ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ പലപ്പോഴും ആഗ്രഹ സാഫല്യം ഉണ്ടാകണം എന്നില്ല. അതേപോലെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും മുൻകൂട്ടി വിചാരിക്കാത്തതായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ ഇതെല്ലാം മുൻകൂട്ടി അറിയുക അസാധ്യമായ കാര്യമാണ്. എന്നാൽ തൊടുകുറിയിലൂടെ അത് സാധ്യമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ 2 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തേത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം ലക്ഷ്മി ദേവിയുടെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ ഈ 2 ദേവതകളിൽ ഒരു ദേവതയെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ആ സൗഭാഗ്യങ്ങൾ അതേക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഒരു നിമിഷം ഇഷ്ടദേവതയെ ധ്യാനിച്ചുകൊണ്ട് തന്നെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും ഇഷ്ടദേവതയുടെ നാമം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ചിത്രമായ മഹാവിഷ്ണു ഭഗവാനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. സകല ചരാചരങ്ങളുടെയും രക്ഷകനാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ. അതിനാൽ സൃഷ്ടിയെ നിലനിർത്തുന്നത് ഭഗവാനാണ് എന്ന കാര്യം നാം അറിയേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഭഗവാന്റെ ഈ ചിത്രം തിരഞ്ഞെടുത്തവരോടൊപ്പം ഭഗവാന്റെ കടാക്ഷം, അനുഗ്രഹം, സാന്നിധ്യമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതുമല്ല. ഏവർക്കും നിരവധിയാർന്ന ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാകുന്നു. എന്നാൽ ഇപ്പോഴുള്ള ഈ ആഗ്രഹം, അതായത് മനസ്സിലുള്ള ഈ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നറിയുവാൻ ഒരു ജിജ്ഞാസ ഏവരിലും ഉണ്ടാകുന്നതുമാണ്. എന്നാൽ തീർച്ചയായും ഈ തിരഞ്ഞെടുത്തവരുടെ, മഹാവിഷ്ണു ഭഗവാന്റെ ഈ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല. അല്പമെന്നല്ല, അല്പം, അതായത് കുറച്ചധികം സമയങ്ങൾക്ക് ശേഷമാണ് ആ ആഗ്രഹം നടക്കൂ. അതുവരെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിരന്തരമായി അതിനുവേണ്ടി ശ്രമിക്കേണ്ടതായി വരും. അതാണ് വാസ്തവം. അത്തരത്തിൽ നിങ്ങൾ പരിശ്രമിക്കുന്നതിലൂടെ, അനേകം പരീക്ഷണങ്ങൾ നേരിടുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കാത്തതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇപ്രകാരം നിങ്ങൾ പരീക്ഷണങ്ങളിൽ തളരാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് അതിൽ വിജയം കാണുവാൻ സാധിക്കും. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ ലക്ഷ്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഓരോ തിരിച്ചടികളും ഓരോ പാഠമായി തന്നെ കണ്ട് മനസ്സിലാക്കണം. തിരിച്ചടികൾ നേരിടുമ്പോൾ തിരികെ നടക്കരുത്. ചതി പ്രതീക്ഷിക്കാം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഒപ്പമുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ ചതി ഇതുമായി ബന്ധപ്പെട്ട് ഈ ആഗ്രഹ സാഫല്യത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ സംഭവിച്ചു എന്ന് വരാം. കൃത്യമായ രീതിയിൽ തന്നെ, നിങ്ങൾ വിചാരിക്കുന്നതായ രീതിയിൽ തന്നെ പലരിൽ നിന്നും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. എന്നാൽ മറിച്ച് പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ വാക്കുകളാൽ ഒരിക്കലും നിങ്ങൾ പിന്തിരിയുവാൻ പാടുള്ളതല്ല. അവർ അത് പല രീതിയിലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങൾ പിൻവലിഞ്ഞാൽ അത്രയും നാൾ നിങ്ങൾ ചെയ്തതായ കഷ്ടപ്പാടുകൾ ഇല്ലാതെയാകും. ആ പരിശ്രമങ്ങൾ വെറുതെയാകും. ഇതിനാൽ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഭാവിയിൽ സാധിച്ചു എന്ന് വരുന്നതല്ല. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ ആഗ്രഹം നഷ്ടമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കഠിനാധ്വാനം അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്.
അതാണ് പ്രധാനമായും ആവശ്യമായിട്ടുള്ളത്. ശ്രദ്ധ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മാറാൻ പാടുള്ളതല്ല. ശ്രദ്ധ മാറുന്നതിലൂടെ നിങ്ങൾക്ക് ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അകലുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു. മറ്റ് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. എന്നാൽ അത്തരം ചിന്തകളാൽ നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യത്തെ മാറ്റുവാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കാൻ പാടുള്ളതല്ല. ഒരിക്കലും മനസ്സ് മാറരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈശ്വര വിശ്വാസം നിങ്ങൾക്ക് ഉള്ളവരാകുന്നു. അത് തുടരുക തന്നെ വേണം. അതികഠിനമായ പരീക്ഷണങ്ങളിലും ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ ആഗ്രഹം നടക്കും, ഏതാപത്തിലും ഭഗവാന്റെ തുണ എനിക്കുണ്ട് എന്ന വിശ്വാസം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതാകുന്നു. അതിനാൽ ഭഗവാനെ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് സമയം നഷ്ടമാകുന്നു എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വരാം. എന്നാൽ ആഗ്രഹങ്ങൾ അത്ര തീവ്രമാണ് എന്നതിനാൽ തന്നെ ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന നെഗറ്റീവായ ചിന്തകളെ നിങ്ങൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കണം എന്ന കാര്യം ഓർക്കുക. മനസ്സിൽ പൂർണ്ണമായും പോസിറ്റീവായ ചിന്തകൾ നിറച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നടക്കുക തന്നെ ചെയ്യും. ഭഗവാനെ നിത്യവും ആരാധിച്ച് സാധിക്കുന്നവർ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ, വിഷ്ണു ക്ഷേത്രങ്ങളിൽ നിത്യമോ അല്ലെങ്കിൽ സാധിക്കുന്നതായ അവസരങ്ങളിൽ ദർശനം കൂടി നടത്തുവാൻ പ്രത്യേകം ഓർക്കുക. രണ്ടാമത്തെ ചിത്രമായ ലക്ഷ്മി ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. സമ്പത്തിന്റെ ദേവതയാണ് സാക്ഷാൽ ലക്ഷ്മി ദേവി. ഇത് ഏവർക്കും അറിയാവുന്നതായ ഒരു കാര്യവുമാണ്. ഭഗവാന്റെ സഹധർമ്മിണി കൂടിയാണ് ലക്ഷ്മി ദേവി. വിഷ്ണു ഭഗവാന്റെ സഹധർമ്മിണിയാണ് എന്ന കാര്യവും ഓർക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ നഷ്ടമാകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത് ലോക തത്വം തന്നെയാകുന്നു. അതിനാൽ എളുപ്പത്തിൽ നിങ്ങളിലേക്ക് എന്ത് കാര്യം വന്നു ചേരുന്നതും ലഭിക്കുന്നതും മായയായി മാറുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത് നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പലരും അതിൽ ഭ്രമിച്ചു പോകും എന്നതാണ് വാസ്തവം. ആ ലഭിക്കുന്നതായ കാര്യങ്ങളിൽ ഒരിക്കലും നാം ഭ്രമിക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതൊരു കാര്യം കഷ്ടപ്പെടാതെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ദോഷകരമായി അല്ലെങ്കിൽ അത് നിലനിൽക്കാത്തതായ അവസ്ഥയാണ് വന്നു ചേരുക. അതിനാൽ ഏത് കാര്യവും കഠിനാധ്വാനത്തോടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് കാര്യം നടക്കണം എന്ന വാശി ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കണം എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക. കാലത്തിന്റെ നിയമം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആഗ്രഹ സാഫല്യം അത് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ആ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കണം. കുറുക്കുവഴികൾ പലതും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്ന കുറുക്കുവഴികൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. അതല്ല എങ്കിൽ മുൻപ് പരാമർശിച്ചതുപോലെ അത് കാലാകാലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കണം എന്നില്ല. പലപ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വൈകും എന്ന ചിന്തയുണ്ട് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായ ഊർജത്താൽ അഥവാ അത്തരം ചിന്തകളാൽ ചെയ്യുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മനസ്സിൽ താല്പര്യമില്ലാത്തതായ അവസ്ഥ വന്നു ചേരും. എന്നാൽ വൈകുമെന്ന ചിന്ത ഇല്ലാതെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ എളുപ്പമായി നടക്കും. ശരിയായ വഴി സ്വീകരിച്ച് ശരിയായ മാർഗത്തിലൂടെ ആഗ്രഹ സാഫല്യത്തിനായി പ്രയത്നിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിങ്ങളിൽ വന്ന് ഭവിക്കുന്നതിനാൽ ലക്ഷ്മി കടാക്ഷത്താൽ ആ ആഗ്രഹങ്ങൾ അത് എത്ര തന്നെ കഠിനമായ ആഗ്രഹമാണ് എങ്കിലും ആ ആഗ്രഹം നടക്കും.
ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ആ ആഗ്രഹ സാഫല്യം വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ പരാമർശിച്ചതുപോലെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യം ഓർക്കുക. പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുന്നതാകുന്നു. അത് നിങ്ങൾക്ക് ദോഷകരമായി മാറും, അല്ലെങ്കിൽ നിങ്ങൾക്കത് ശുഭകരമല്ല എന്ന ചിന്തകൾ മറ്റുള്ളവരുടെ പ്രേരണയാൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്ന ഉപദേശങ്ങൾ അത് നിങ്ങൾ തള്ളിക്കളയണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. നിങ്ങൾ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത്തരത്തിൽ വന്നു ചേരുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. പ്രതീക്ഷിക്കാതെ തന്നെ ചില തിരിച്ചടികൾ വന്നു ചേർന്നു എന്ന് വരാം. അത് പരീക്ഷണം മാത്രമായി നിങ്ങൾ കാണുക. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. അവിടെ വെച്ച് ഒന്നും അവസാനിപ്പിക്കുവാൻ പാടില്ല, അഥവാ നിങ്ങൾ പിൻവലിയരുത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഇതുവരെ ശ്രമിച്ചതായ ആ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നഷ്ടമായി പോകുവാനുള്ള സാധ്യതയാണ് വന്നു ചേരുക. കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആഗ്രഹ സാഫല്യം അത് സംഭവിക്കണം എന്നില്ല. അതിനാൽ തീർച്ചയായും നിങ്ങൾ ലക്ഷ്യം മറക്കാതെ മുന്നോട്ട് തന്നെ യാത്ര ചെയ്യുക. അല്പം താമസം നേരിട്ടാലും ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കും. അഥവാ കാലാകാലങ്ങളോളം ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കും. തന്മൂലം നിങ്ങളിൽ വന്നു ചേരുന്ന നേട്ടങ്ങൾ ഇപ്രകാരം നിലനിർത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. തീർച്ചയായും ലക്ഷ്മി ദേവിയെ നിങ്ങൾ ആരാധിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക.